പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ബിമി വ്ലോഗ്സിന്റെ ഹെൽത്ത് ഈസ് വെൽത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പാർക്കിൻസൺ രോഗത്തെക്കുറിച്ചാണ്. ശരീരത്തിന്റെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗമാണ് പാർക്കിൻസൺ ഡിസീസ്. അൾഷിമേഴ്സ് കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പേരിൽ കണ്ടുവരുന്ന രണ്ടാമത്തെ രോഗമായിട്ടാണ് പാർക്കിൻസൺസിനെ പറയുന്നത്. പ്രായം കൂടിയവരിലാണ് സാധാരണയായിട്ട് ഇത് കാണുന്നത്. പക്ഷേ സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണിത് കൂടുതലായി കണ്ടുവരുന്നത്. ഏപ്രിൽ 11 വേൾഡ് പാർക്കിൻസൺ ഡേ ആയിട്ട് ഇന്ന് ആചരിച്ചു വരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ആയുർവേദ ശാസ്ത്രത്തിൽ രോഗികളെ നിരീക്ഷിച്ചതിൻ്റെ ഭാഗമായിട്ട് രചിച്ച പുസ്തകങ്ങളാണ് ചരക സംഹിത, അഷ്ടാംഗ ഹൃദയം, സുശ്രുത സംഹിത മുതലായവ. ക്ലിനിക്കൽ പ്രസന്റേഷനും ചികിത്സാ രീതിയും ഇതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പാർക്കിൻസൺ എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്. പനി ഒരു രോഗലക്ഷണമാണ്. പല കാരണങ്ങൾ കൊണ്ട് പനി ഉണ്ടാകാം. യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ട് പനി ഉണ്ടാകാം, ഡെങ്കു ഫീവർ ഉണ്ടാകാം, വൈറൽ ഫീവർ ഉണ്ടാകാം. അതുപോലെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗലക്ഷണമാണ് ഈ പാർക്കിൻസൺ എന്ന് പറയുന്നത്. പാർക്കിൻസൺ നിങ്ങൾക്ക് അല്ലെങ്കിൽ പാർക്കിൻസൺ രോഗം നിങ്ങൾക്കുണ്ട് എന്ന് പറയണമെങ്കിൽ തന്നെ സ്ലോനെസ് വേണം. അതിൻ്റെ കൂടെ തന്നെ മസിലുകൾ കട്ടിയാകുന്ന റിജിഡിറ്റി എന്ന് പറയുന്നൊരവസ്ഥ അതുണ്ടാകണം. അതുപോലെ തന്നെ വിറയൽ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യും. പാർക്കിൻസൺ ഡിസീസ് പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു രോഗമാണെങ്കിൽ കൂടിയും രോഗത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും മരുന്ന് ചികിത്സയിൽ കൂടി അതിൻ്റെ ലക്ഷണങ്ങൾ നിയന്ത്രിച്ച് നമുക്ക് നിർത്താൻ കഴിയും. അപ്രകാരം തന്നെ പേഷ്യൻസിന് അവർക്ക് സാധാരണ ജീവിതം നയിക്കുവാനും നല്ല ഗുണനിലവാരത്തിലുള്ളൊരു ജീവിതശൈലി പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമാണ്. ആയുർവേദത്തിൽ രോഗത്തിൻ്റെ അധിഷ്ഠാനം ദേഹവും മനസ്സുമാണ്. ദേഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിനെ ബാധിക്കും, അതേപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദേഹത്തെ ബാധിക്കും എന്ന രീതിയിലാണ് രോഗങ്ങൾ ഉടലെടുക്കുന്നത്. പാർക്കിൻസൺ രോഗത്തിന് മനസ്സിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്തിലൂടെ കടന്നു പോകുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതായത് നമ്മളെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കും. അതായത് മനസ്സിനെ തളർത്തുന്ന പലതരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഉദാഹരണത്തിന് പ്രിയപ്പെട്ടവരുടെ മരണം, ബിസിനസ്സിലെ തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ കുറച്ച് കാലം നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ചില വ്യക്തികൾക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന ഷോക്കുകൾ അവരുടെ മനസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ പുറത്തേക്ക് വരുന്നത്. നമ്മുടെ തലച്ചോറിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗമായ ബേസൽ ഗാംഗ്ലിയയിൽ നിന്നും ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പാർക്കിൻസൺ രോഗിയിൽ ഈ ഡോപ്പാമിൻ വേണ്ടത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത പ്രോട്ടീനുകളാണ് ഈ ലിവി ബോഡീസ് എന്ന് പറയുന്നത്. അതും ഈ തലച്ചോറിലെ കോശങ്ങളിൽ അടിഞ്ഞുകൂടും. ഈ രണ്ട് റീസൺ കൊണ്ട് അതിൻ്റെ ആ ഏരിയയിലുള്ള കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. ഇത് ക്രമേണ ശരീരത്തിൻ്റെ ചലനങ്ങളെയും മറ്റു പ്രവർത്തനങ്ങളെയും ബാധിച്ചിട്ടാണ് പാർക്കിൻസൺ ഡിസീസ് ഉണ്ടാകുന്നത്. ഇതൊരിക്കലും ലൈഫ് ത്രെറ്റനിങ് ആയിട്ടൊരു രോഗമല്ല. ഇത് ഒരിക്കലും നമ്മുടെ ആയുസിനെ കുറയ്ക്കുന്ന രോഗമല്ല. ഇത് വന്നു എന്ന് കരുതി ആരും നിരാശപ്പെടേണ്ടതുമില്ല. ഇത് ആയുസിനെ കുറയ്ക്കുന്ന രോഗമല്ല ഒരിക്കലും. ഇത് പ്രോഗ്രസീവ് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറയുന്നതാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ശരീരത്തിലെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണിത്. ഇത് മരുന്ന് എത്ര പ്രാധാന്യമുള്ളതാണോ അത്ര തന്നെ പ്രാധാന്യമാണ് വ്യായാമത്തിന്. വ്യായാമത്തിലൂടെ തന്നെ നമുക്ക് കുറേയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. കൈക്കുള്ള മൂവ്മെൻറ്റ്സ് അങ്ങനെയുള്ളത് എക്സസൈസിലൂടെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൽ പൂർണ്ണമായി ഭേദമാക്കാൻ പറ്റും എന്നല്ല, കൺട്രോൾ ചെയ്യാൻ പറ്റും. ആയുർവേദത്തിൽ ത്രിദോഷ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാനുകൾ കൊടുക്കുന്നത്. പ്രധാനമായിട്ടും വാതകരമായിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മളിതിന് കൊടുക്കുന്നത്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ മെഡിസിൻ, അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഇതിന് എടുത്തു വെച്ചിരിക്കുന്നത്. ഇൻറ്റേർണലായിട്ട് നമുക്ക് ഇപ്പം കഷായങ്ങൾ പറയുവാണെങ്കിൽ തന്നെ ധനത, നയനാദി, ദശമൂലം, സഹചരാദി അതുപോലെയുള്ള കഷായങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അശ്വഗന്ധം പോലെയുള്ള ചൂർണങ്ങൾ, പിന്നെ രസായനങ്ങൾ, പാൽ കഷായങ്ങൾ, അതുപോലെ തന്നെ കല്യാണകം പോലെയുള്ള നെയ്കൾ, ഇതൊക്കെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഇതിന് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതുപോലെ എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കുന്നതും വാതകരമായിട്ടുള്ള മെഡിസിൻ തന്നെയാണ്. അതായത് ആയുർവേദത്തിൽ സ്നേഹസ്വേദനങ്ങൾ എന്ന് പറയും, വിയർപ്പിക്കുന്ന ചികിത്സ. ഇതിൽ ധന്വന്തരം പോലെയുള്ള തൈലങ്ങൾ ഉപയോഗിച്ച് ഉഴിച്ചിൽ, പിഴിച്ചിൽ, കിഴികൾ, ധാര ഇവയൊക്കെ നടത്താറുണ്ട്. അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ. കൂടാതെ പഞ്ചകർമ്മയിൽ വരുന്ന സ്നേഹവസ്തി, കഷായവസ്തി അതുപോലുള്ള വസ്തികൾ, അതുപോലെ ക്ഷീരബല
തുടങ്ങിയ തൈലങ്ങൾ ഉപയോഗിച്ചുള്ള നസ്യങ്ങൾ, ഇവയൊക്കെ പഞ്ചകർമ്മയിലെ ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് നല്ല റിസൾട്ട്. ഒരാവരണം അല്ലെങ്കിൽ ആമാവസ്ഥ പോലെയുള്ള കണ്ടീഷൻസ് വരാറുണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ പൊടി ഉപയോഗിച്ചിട്ടുള്ള ഉദ്വർത്തനം അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ യുക്തിക്കനുസരിച്ച് ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും ഇത് നമ്മൾ രോഗിക്കനുസരിച്ച് രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ഇനിയിപ്പോൾ വൈദ്യൻ്റെ അനുസരിച്ചും നമ്മൾ മാറ്റങ്ങൾ വരുത്താറുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ ഒഴിവാക്കാം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മിതമായ ആഹാര രീതി നമ്മൾ ശീലിക്കുക. അതായത് ഒരുപാട് എരിവും പുളിയും ഒക്കെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ശരിയായ സമയത്ത് വേണ്ടത്ര അളവിലുള്ള ഉറക്കം അത് നിർബന്ധമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാത്രിയുള്ള ഉറക്കം ആളുകൾക്ക് കുറവാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കൂടുതൽ ആദ്യമേ പറഞ്ഞു പ്രായമായവരിലാണ് ഇത് കണ്ടുവരുന്നത്. പക്ഷെ 45 വയസ്സ് മുതൽ റിസ്ക് ഫാക്ടറായിട്ട് വരാൻ കാരണം തന്നെ ഈ നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. അതുകൊണ്ട് മിതമായ അളവിൽ നമ്മൾ ഉറക്കം. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി ഇവ അടങ്ങിയ ഫുഡ്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതായത് പച്ചിലക്കറികൾ, അതുപോലെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് സിട്രസ് ഫ്രൂട്ട്സ് ആയാലും ഇപ്പം ഗ്രേപ്സ്, ഓറഞ്ച്, നെല്ലിക്ക ഇവയൊക്കെ ഇതിൻ്റെയൊക്കെ ഫ്രൂട്ട് ജ്യൂസ് ആയാലും ശീലമാക്കിയാൽ നന്നാണ്. ഇപ്പോൾ പുതിയ പഠനങ്ങൾ അനുസരിച്ച് നമ്മുടെ മിതമായ അളവിൽ കാപ്പി കുടിക്കുന്നതും ഇത് വരാൻ ഉള്ള സാധ്യത കുറയ്ക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് കഫീൻ നമ്മുടെ നെർവസ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്നു. അപ്പം ഇത് നമ്മുടെ ഒരു ബൂസ്റ്റർ ആയിട്ടാണ്. ഇത് നമ്മൾ മിനിമം ഡോസിൽ, ഓവർ അഡിക്ഷൻ അല്ല ഞാൻ പറയുന്നത്, മിനിമം ഡോസിൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് ഒരു ബൂസ്റ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എണ്ണ തേച്ചുള്ള കുളി ദൈനംദിന ജീവിതത്തിൽ ആയുർവേദത്തിൽ പറയുന്ന ഒരു ചികിത്സയാണ്. അതിപ്പോൾ നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായൊരു ഏതെങ്കിലും ഒരു തൈലം ഉപയോഗിച്ച് തലയിൽ മാത്രമല്ല ശരീരത്തിലും പുരട്ടി ദൈനംദിനത്തിൽ കുളിക്കുന്നത് ശീലമാക്കുക. അതിലൂടെ നമ്മുടെ ശരീരത്തിനൊരു ആക്റ്റീവ് ഉണ്ടാകും. നമ്മളെപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് മിതമായ ആഹാരം ശീലം പാലിക്കുന്നതിലൂടെ ചിട്ടയായ ആഹാരക്രമം, സമയാസമയം ആഹാരം അത് കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മടിയന്മാരാവാതിരിക്കുക, എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് രോഗം വരാതിരിക്കും. എൻ്റെ എളിയ അറിവിൽ നിന്നും ഞാൻ കുറച്ച് കാര്യങ്ങൾ പാർക്കിൻസൺ രോഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ ഇതിലൂടെ കമൻ്റായിട്ട് തരിക. പിന്നെ അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നമസ്കാരം.